എൻ്റെ ഒരു ഷൈന, സ്ഥലം കണ്ണൂരാണ്. ഞാൻ ലേൺവൈസിൻ്റെ MBA സെക്കൻഡ് സെം വിദ്യാർത്ഥിയാണ്. MBA ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയത് ജോലിയിൽ ജോയിൻ ചെയ്ത മുതലാണ്. ഈ ആഗ്രഹം എൻ്റെ പല ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞെങ്കിലും ആരും കൂടെ നിൽക്കാൻ തയ്യാറായില്ല. ഇഗ്നോയിൽ നിന്ന് പാസ്സാകുക ബുദ്ധിമുട്ടായിരിക്കും എന്നെല്ലാവരും പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയായിരുന്നു ഞാൻ ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞത്. എന്നാലും മാസങ്ങളെടുത്തു ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി. ജൂലൈ 2023 ബാച്ചിൽ ഒരു മാസം ലേറ്റായിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അസൈൻമെൻറ്റ് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഈ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു. മെൻ്റർ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. ഡിസംബറിൽ എക്സാം എഴുതണ്ട എന്ന് പോലും ചിന്തിച്ചു. ക്ലാസ്സൊക്കെ വളരെ നല്ലതായിരുന്നു. റെക്കോർഡ് ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് ആയാലും നോട്ട്സൊക്കെ വളരെ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ്സൊക്കെ. അസൈൻമെൻ്റ് എല്ലാം എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ QT നെക്സ്റ്റ് സെമ്മിൽ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിസ്സ് പറഞ്ഞതനുസരിച്ച് ഈ സെമ്മിൽ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അസൈൻമെൻറ്റ് എഴുതി. QTൻ്റെ എക്സാം എഴുതിയില്ല. എക്സാമിന് ഭയങ്കര ടെൻഷനായിരുന്നു. എക്സാം എങ്ങനെ എഴുതും, എങ്ങനെയാണ് ഒരു വല്ലാതൊരു ഭയം. അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. എല്ലാം പഠിച്ച കാര്യങ്ങൾ പോലും എനിക്കൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ആദ്യത്തെ 3 എക്സാം അതുപോലെയായിരുന്നു. ഞാൻ പിന്നെ ഒരു കൗൺസിലിങ്ങിന് പോലും പോകേണ്ടി വന്നു. അതിനുശേഷമാണ് ബാക്കി എക്സാംസ് അറ്റൻഡ് ചെയ്തത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ലേൺവൈസിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിക്കുന്നതിൻ്റെ പോരായ്മകൾ കൊണ്ടാണോ അതെല്ലാം എക്സാമിനോടുള്ള ഭയം കൊണ്ടാണോ എനിക്കറിയില്ല. എനിക്കൊന്നും എക്സാം ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അത് ഒരു എക്സാമിന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുന്നെയാണ് പെട്ടെന്ന് എന്തോ ഒരു പേടി പോലെ വന്നത്. എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയതുപോലെ ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. എല്ലാം പഠിക്കുമ്പോൾ എല്ലാം ഓർമ്മയിൽ നിന്നത് പോലും എല്ലാം മറന്നുപോയ അവസ്ഥ. എന്നാലും ഞാൻ 3 എക്സാം അറ്റൻഡ് ചെയ്ത ശേഷം പിന്നെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലും കുഴപ്പമായിരുന്നു. അങ്ങനെയാണ് കൗൺസിലിങ്ങിന് പോകാൻ തീരുമാനിച്ചത്. ഇപ്പം കൗൺസിലിങ്ങിന് പോയതിന് ശേഷം എനിക്കൊരു എന്തോ ധൈര്യം കിട്ടിയതുപോലെ തോന്നി. ബാക്കി 3 എക്സാംസ് അറ്റൻഡ് ചെയ്തു. MBA ജയിച്ചേ തീരൂ എന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസ് നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ MBA ചെയ്യുന്നതെന്ന് എൻ്റെ വളരെ അടുത്ത ആൾക്കാരല്ലാതെ വേറെ ആരും, എൻ്റെ ഫ്രണ്ട്സ് പോലും അറിയില്ല. ഇത് ജയിച്ചതിന് ശേഷം ഞാൻ എല്ലാവരോടും പറയാൻ, ആ ഒരു സന്തോഷ നിമിഷം എല്ലാവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ MBA ചെയ്യാൻ ആഗ്രഹിച്ചത് ഒരു ഇൻക്രിമെൻ്റ് അധികം കിട്ടും എന്നുള്ളതായിരുന്നെങ്കിലും ഇന്നിപ്പോൾ എനിക്കത് പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ MBA ചെയ്യുന്നത്.